സോ ഐ വെൻറ്റ് ടു കോമിക്കോൺ കൊച്ചി. ഞാനതിൽ പോകണോ വേണ്ടിയോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ബിക്കോസ് ഐ എം എ ഗ്രോൺ ആസ് അഡൾട്ട് ആൻഡ് എനിക്ക് ആനിമിയോ ഗെയിമിങ്ങിനോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ഇതുവരെ. എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ടും എനിക്ക് വേറൊരു ഫംഗ്ഷൻ കൂടി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടും മാത്രമാണ് ഞാൻ കോമിക്കോണിൽ പോയത്. പ്ലസ് ഐ ഗോട്ട് സം ഡിസ്കൗണ്ട്സ് ഓൺ ദ ടിക്കറ്റ്സ്. ഞാനിപ്പോൾ അട്ലക്സിലാണുള്ളത്. ഈ സൈഡിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എക്സിബിഷൻ നടക്കുന്നു. അപ്പുറത്തെ സൈഡിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ, പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ. ഐ എം ഇൻവൈറ്റഡ് ഫോർ ബോത്ത്. സോ ഇവിടെ കല്യാണം കൂടിയിട്ട് അപ്പുറത്ത് കൺവെൻഷൻ അറ്റൻഡ് ചെയ്യും. കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ട് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗുഡീസ് കിട്ടും. ഞാൻ വീട്ടിലെത്തിയിട്ടാണ് എല്ലാം നോക്കിയത്. ബേസിക്കലി ഒരു ബാഗും ഒരു കോമിക് ബുക്കും ഒരു പോസ്റ്ററുമാണ് കിട്ടിയത്. ഇതാണ് ആ ബാഗെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു കവർ മാതിരി, ലൈക്ക് ഷോപ്പിങ്ങിനോ വല്ല റേഷൻ കടയിൽ പോകാനോ വല്ല ആളെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു നല്ലൊരു കവറാണ്. ഇനി ഇതാണ് ഇപ്പോൾ കിട്ടിയ പോസ്റ്റർ. അറ്റാക്ക് ഓഫ് ടൈറ്റൻസിൻ്റെയാണ്. ഞാൻ ആ സീരീസ് കണ്ടിട്ടില്ല. ഈ കഥാപാത്രത്തിന് പേരിറങ്ങുന്നത് കമൻറ്റ് സെക്ഷനിലൊന്ന് പറഞ്ഞേക്ക്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഹജ്മി ഇസയാമ, അതായിരിക്കുള്ളൂ കഥാപാത്രത്തിൻ്റെ പേര്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, സോറി. കിട്ടിയത് കായ എന്ന് പറഞ്ഞൊരു കോമിക് ബുക്കാണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ കായല്ല. ബേസിക്കലി 2 തരം സ്റ്റാൾസ് അവിടെ ഉണ്ടായിരുന്നു. വൺ ഈസ് ഫോർ ആനിമേ റിലേറ്റഡ് സ്റ്റഫ് ആൻഡ് വൺസ് ഫോർ ഗെയിമിംഗ് സ്റ്റഫ്. ആനിമേ റിലേറ്റഡ് ആയിട്ട് കുറേ ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഓൾസോ ടീഷർട്ട്സും ഫിഗറീൻസും വിൽക്കുന്ന സ്റ്റോൾസും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെല്ലാം ഗെയിംസ് റിലേറ്റഡ് ആയിട്ട് ഉള്ള സ്റ്റോൾസ് ആയിരുന്നു. ബേസിക്കലി ഇൻട്രാക്റ്റീവ് ഗെയിംസും ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം വീഡിയോ ഗെയിംസ് ലൈക്ക് ജസ്റ്റ് ഡാൻസ്, പിന്നെ ഫോർമുല 1 സിമുലേറ്റർ ടൈപ്പ് ഗെയിംസ്, അങ്ങനെ കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ ആയിരുന്നു. ഏറ്റവും തിരക്കില്ലാത്ത ക്യൂ ആണെങ്കിൽ പോലും ഒരു 10-15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും ട്രൈ ചെയ്തില്ല. പിന്നെ ഉണ്ടായിരുന്ന കുറേ പാനൽസ് ആയിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഡാൻ പാരൻ ക്രിയേറ്റർ ഓഫ് ആർച്ചീസിൻ്റെ ഒരു പാനലായിരുന്നു. അത് കഴിഞ്ഞും കുറേ ഇന്ത്യൻ കോമിക് ആർട്ടിസ്റ്റിൻ്റെയും പബ്ലിഷേഴ്സിൻ്റെയും ഒരു പാനലുണ്ടായിരുന്നു. ഈ 2 പാനൽ കഴിഞ്ഞ് പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്റ്റോൾസിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കി. പിന്നെ ഈവനിങ് നിർമ്മൽ പിള്ളയുടെ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടായിരുന്നു. ആ സമയം വരെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു. ഓവറോൾ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ബട്ട് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നതായിരിക്കും കുറേ കൂടിയും നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നത്, എസ്പെഷ്യലി ഇഫ് യു ഗൈസ് ആർ ആനിമേ ഫാൻസ്. ഓൾസോ ഒരു ദിവസം പോകുന്നതായിരിക്കും ഐഡിയൽ, ബിക്കോസ് ആ സ്റ്റാൾസ് എല്ലാം സെയിം ആയിരിക്കും. ജസ്റ്റ് ആ പാനലിൽ പുതിയ ഗസ്റ്റ്സ് ഉണ്ടാവും. സൺഡേ ശ്രീനാഥ് ബാസിയും കുറേ സിംഗേഴ്സും വന്നിട്ടുണ്ടാവും. അതല്ലാതെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഗോ ജസ്റ്റ് ഫോർ 1 day ആൻഡ് ഹാവ് ഫൺ വിത്ത് യുവർ ഫ്രണ്ട്സ്. പിന്നെ ഈ ഇവൻറ്റ്സ് എല്ലാം സ്പെഷ്യൽ ആക്കുന്നത് ആർ ദ കോസ്പ്ലേയേഴ്സ് ആൻഡ് ഓൾ ദ enthusiasts involved.